കോഴിക്കോട് നഗരത്തെയും അവിടെയുള്ള ഒരു നാട്ടിൻപുറത്തെയും അതുപോലെ തന്നെ അവിടുത്തെ പൊതുമനസാക്ഷിയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് പാളയം പുതിയ കോവിലകം പറമ്പിൽ ഇറങ്ങിയ ബിജുവിന്റെ കൊലപാതകം സമീപകാലത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും പൈശാചികവും അതിക്രൂരവുമായ ആസൂത്രിതമായ കൊലപാതകങ്ങളൊന്നായി കൂടി മാറുകയാണ്. കേവലം ഒരു സാധാരണ ക്രൈം വാർത്ത എന്നതിനെല്ലാം അപ്പുറം നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും വേരൂന്നിയ ലഹരി മാഫിയകളുടെ ഭീതിതമായ വളർച്ചയിലേക്കും അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന സാധാരണക്കാരുടെ സുരക്ഷാ മുൻകരുതലിലേക്കും കൂടി വിരൽ ചൂണ്ടുന്നതാണ് ചോരക്കര പുരണ്ട ആ ഒരു ഒറ്റമുറി വീട്. ലഹരി സംഘങ്ങൾക്കെതിരെ പോലീസ് നഗരത്തിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിലുള്ള കടുത്ത പകയാണ് തികച്ചും ആസൂത്രിതമായ ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് ബിജുവിൻ്റെ കുടുംബവും അതുപോലെ നാട്ടുകാരും ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നത്. ഈ സംശയങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളും. ബിജുവിൻ്റെ ശരീരത്തിലാകെ ചെറുതും വലുതുമായ 45ഓളം മുറിവുകളാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സംഖ്യ പ്രതികളുടെ മനസ്സിലെ വന്യമായ ക്രൂരതയുടെയും മുൻവൈരാഗ്യത്തിൻ്റെയും ആഴം വ്യക്തമാക്കുന്നത് കൂടിയാണ്. ഇതിലേറ്റവും ദാരുണമായ കാര്യമെന്ന് പറയുന്നത് മരണകാരണമായി മാറിയേക്കാവുന്ന തരത്തിൽ കഴുത്തിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമായി മാത്രം 18ഓളം കുത്തുകൾ ആ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവന്റെ ഒരു തുടിപ്പ് പോലും ആ ശരീരത്തിൽ അവശേഷിക്കരുതെന്നുള്ള ഉറച്ച നിശ്ചയത്തോടെയും കൃത്യമായ ആസൂത്രണത്തോടെയുമാണ് കൊലയാളികൾ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ അതീവ മൂർച്ചയേറിയ ഒരു ആയുധം ഉപയോഗിച്ചാണ് മുഴുവൻ മുറികളും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് അന്വേഷണത്തിന്റെ നിഗമനം. മുറിക്കുള്ള ജീവന് വേണ്ടി വലിയ രീതിയിലുള്ള മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. തനിക്ക് നേരെ വന്ന മരണത്തെ പ്രതിരോധിക്കാൻ ആ യുവാവ് പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകാമെന്നും ആ മൽപ്പിടുത്തത്തിനെല്ലാം ഇടയിലാകാം ഇത്രയധികം ആഴത്തിലുള്ള മുറിവുകൾ ശരീരത്തിൽ പതിഞ്ഞതെന്നുമാണ് കരുതപ്പെടുന്നത്. പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെയും മാരകായുധങ്ങളോടെയുമാണ് എത്തിയതെന്നുള്ള കാര്യം പോലീസ് അതീവ ഗൗരവത്തോടെയാണ് പരിശോധിച്ചു വരുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ നഗരത്തിലെ ലഹരി സംഘങ്ങളെ വേരോടെ പിഴുതെറിയാൻ പോലീസ് വലിയ തോതിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നത്. അത് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നത് കൂടിയാണ്. അത് വലിയ തരത്തിൽ വിജയം കാണുന്നുമുണ്ട് എന്ന് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴിതാ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത ആളുടെ കൊല്ലുന്ന തരത്തിലേക്ക് വരെ ലഹരി മാഫിയ വേരൂന്നിരിക്കുന്നത് കൂടി പറയേണ്ടി വരും. ഈ പദ്ധതിയുടെ ഭാഗമായി ബിജു പോലീസിന് ചില അതീവ രഹസ്യ വിവരങ്ങൾ നൽകിയിരുന്നുവെന്ന് അമ്മ ബേബിയും സഹോദരിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അത് വിരൽ ചുണ്ടുന്നാകട്ടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്ക് കൂടിയാണ്. പാളയം സിറ്റിയിൽ ബിജുവിനെ അറിയാത്തവരായി ആരും തന്നെ ഇല്ലെന്നാണ് ആ സഹോദരി കണ്ണീരോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. രാത്രിയിൽ വഴിതെറ്റി ആ പ്രദേശത്ത് ആരെങ്കിലും എത്തിയാൽ അവരെ കൃത്യമായി വീട്ടിൽ കൊണ്ടാക്കുന്ന മനുഷ്യത്വവും കാരുണ്യവുമുള്ള ഒരു യുവാവായിരുന്നു അവനെന്നാണ് പറയപ്പെടുന്നത്. നാട്ടുകാർക്കോ പാളയം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികൾക്കോ ബിജുവുമായി യാതൊരുവിധ വ്യക്തിവൈരാങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബിജുവിൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വലിയ തൊടിയിലും ഗ്രൗണ്ടിലും രാത്രികാലങ്ങളിൽ പരസ്യമായ മദ്യപാനത്തിനും മയക്കുമരുന്ന് ഇടപാടുകൾക്കുമായി വലിയൊരു സംഘം നിരന്തരം തമ്പടിക്കാറുണ്ടായിരുന്നു. മലയാളി യുവാക്കൾക്ക് പുറമെ ഇതര സംസ്ഥാന തൊഴിലാളികളും അടങ്ങുന്നതായിരുന്നു ഈ ഭീകരമായ മാഫിയ സംഘം. രാത്രികാലങ്ങളിൽ ഈ വഴിയിലൂടെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ ആരെങ്കിലും നടന്നു പോയാൽ ബിജു അത് കൃത്യമായി ചോദ്യം ചെയ്യുമായിരുന്നു. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഒരു വ്യവസ്ഥയോടൊക്കെ ഒറ്റയ്ക്ക് പൊരുതിയാണ് ബിജു ലഹരി മാഫിയ സംഘങ്ങളെ നിരന്തരം നേരിട്ടിരുന്നത്. ആരുമില്ലാത്തവൻ്റെ ധൈര്യത്തോടെ അവൻ ആ മാഫിയകൾക്ക് മുന്നിൽ നെഞ്ചി വിരിച്ചു തന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലഹരി മാഫിയയുമായി ബിജു പരസ്യമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ആ വാക്കേറ്റം വലിയൊരു ശത്രുതയിലേക്ക് വഴിമാറുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കടുത്ത മുൻവൈരാഗ്യമാണ് ഈ ദാരുണമായ കൊലപാതകത്തേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ബിജു പോലീസിന് നൽകിയ അതീവ രഹസ്യമായ വിവരങ്ങൾ ലഹരി സംഘങ്ങളിലേക്ക് എങ്ങനെ ചോർന്നുപോയി എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കിടയിലും വലിയ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്ക് ശക്തമായ പ്രായശ്ചിത്തം നൽകിയാൽ മാത്രമേ തങ്ങൾക്ക് ഈ പ്രദേശത്ത് ഇനിയൊരു സമാധാന ജീവിതം നയിക്കാനാകൂ അല്ലെങ്കിൽ സാധിക്കൂ എന്നുള്ളതാണ് ബിജുവിൻ്റെ കുടുംബം വിതുമ്പിക്കൊണ്ട് ആവശ്യപ്പെടുന്നത്. പശു വളർത്തലും പാൽ വിതരണവുമായി ഉപജീവനം നടത്തുന്ന ഈ സാധാരണ കുടുംബത്തിൻ്റെ ഒരേ ഒരു താങ്ങായിരുന്നു ബിജു എന്ന് പറയുന്നത്. അച്ഛൻ ഹൃദ്രോഗബാധിതനായതിനാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയും കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും നോക്കിയിരുന്നതും ബിജുവാണ്. അച്ഛൻ പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി കോയമ്പത്തൂരിലേക്ക് പോയ ആ സമയത്താണ് കൃത്യമായ തക്കം നോക്കി ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. അച്ഛനില്ലാത്തതിനാൽ പുലർച്ചെയുള്ള കറവിയും പാൽ വിതരണവും ബിജുവിനാണ് ഏൽപ്പിച്ചിരുന്നത്. തലേ ദിവസം രാത്രി 10:30 മണിക്ക് അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ബിജു രാത്രി 1 മണിയോടെ മാങ്കാവിൽ താമസിക്കുന്ന സഹോദരിയെ ഫോണിൽ വിളിച്ച് ഏറെ നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. സാധാരണ 5:30 മണിക്കാണ് ബിജുവിൻ്റെ അമ്മ വിളിക്കാറുള്ളതെങ്കിലും
അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ കറവ് പണികൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടി വെളുപ്പിന് 3 മണിക്ക് തന്നെ വിളിക്കണമെന്ന് ബിജു അമ്മയോട് ആവശ്യപ്പെടുകയും അതിനായി അയൽവാസിയായ മുരളിയെ കൊണ്ട് ഫോണിൽ അലാറം വെപ്പിക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് ആ പ്രഭാതത്തിലാണ് ബിജുവിനെ കുടിക്കാനുള്ള ചായയുമായി വീട്ടിലെത്തി വിളിച്ച അമ്മ ബേബിയാണ് ലോകത്തെ മുഴുവൻ നടക്കുന്ന ആ ഒരു ക്രൂരമായ കാഴ്ച ആദ്യം കാണുന്നത്. എത്ര വലിയ തണുപ്പാണെങ്കിൽ പോലും മുറിയിൽ ഫാനിട്ട് മാത്രം കിടക്കാറുള്ള ബിജുവിൻ്റെ റൂമിൽ അന്ന് ഫാൻ ലൈറ്റും പൂർണ്ണമായും ഓഫായിരുന്നു എന്നുള്ളതും ആ അമ്മയിൽ വലിയ സംശയമുണ്ടാക്കി. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് താഴെ നിന്നുമായി കുറ്റിയിട്ട നിഴയിലുമായിരുന്നു. അമ്മ സംശയത്തോടെ ആ ലോക്ക് തുറന്ന് അകത്ത് കയറി ലൈറ്റ് ഇട്ടപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെയാണ്. വെറുമൊരു അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ കാലുകൾ രണ്ടും നിലത്ത് മുട്ടിയും കൈകൾ ഇരുവശങ്ങളിലേക്ക് മലർത്തിയുമാണ് ആ യുവാവ് കിടന്നിരുന്നത്. തല ചുമരിലിടിച്ച് പൊട്ടിയ നിലയിലുമായിരുന്നു. നിലത്താകെ ചോരക്കളം കെട്ടിക്കിടക്കുന്നു. സ്വന്തം ജീവന്റെ പാതി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ആ അമ്മയുടെ ഹൃദയം തകർന്നുള്ള ആ നിലവിളി കേട്ടാണ് അയൽവാസിയായ മുരളിയും മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരുമൊക്കെ ഓടിക്കൂടിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് മരിച്ചയാളുടെ സഹോദരങ്ങളും അമ്മയും അടക്കം വിങ്ങി പൊട്ടിക്കൊണ്ട് നിലവിളിക്കുന്നത്. ആ നിലവിളി കേട്ട് നിൽക്കുന്ന ഏതൊരാളെയുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. ലഹരി മാഫിയയുടെ പങ്ക് ഇതിൽ അതിശക്തമാണെന്നിരിക്കെ പ്രതികൾക്ക് ഉയർന്ന സ്വാധീനമുണ്ടെന്നും അവർ നിഷ്പ്രയാസം സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് അതിർത്തികളിലും പ്രധാന റെയിൽവേ പോലീസ് സ്റ്റേഷനുകൾക്ക്, അതായത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്. അതൊക്കെ വെറും പ്രഹസനങ്ങളായി മാറുമോ എന്നുള്ള ആശങ്കയും ബാക്കിയാകുന്നുണ്ട്. സംഭവം നടന്ന ബിജുവിൻ്റെ വീടിന് തൊട്ടടുത്തായി CCTV ക്യാമറകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പോലീസ് തുടക്കത്തിൽ വലിയ തിരിച്ചടി കൂടിയാകുന്നു. എന്നാൽ അന്വേഷണം ഊർജിതമാക്കിയ പ്രത്യേക സംഘത്തിന് ഇപ്പോൾ നിർണായകമായ ചില ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർമാരുമൊക്കെ സ്ഥലത്തെത്തി കൊലപാതകം നടന്ന മുറിയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ ഈ പ്രദേശത്തേക്ക് വരുന്ന പ്രധാന പൊതുവഴിയിലുള്ള 2 ഇടങ്ങളിൽ CCTV ക്യാമറകളിൽ നിന്നുള്ള നിർണായകമായ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ അതീവ ജാഗ്രതയോടെ വിശകലനം ചെയ്തു വരികയാണ്. പ്രതികളെ കണ്ടെത്താനായി പാളയം പച്ചക്കറി മാർക്കറ്റിലെയും പരിസരത്തെയും കടകളിലെയും മറ്റ് CCTV ദൃശ്യങ്ങളും പോലീസ് പൂർണ്ണമായി ശേഖരിക്കുന്നുണ്ട്. പുലർച്ചെ ഈ മേഖലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടവരുടെ ദൃശ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നു കൂടിയാണ്. ആളുകൾ അടുത്തടുത്ത് തിങ്ങിപ്പറക്കുന്ന ഒരു ചെറിയ ബഹളം കേട്ടാൽ പോലും പെട്ടെന്ന് ആളുകൾ ഓടിയെത്തുന്ന ഒരു ഹൗസിംഗ് കോളനി പോലുള്ള പ്രദേശമായിട്ടും അർദ്ധരാത്രിയിൽ ഇത്രയും വലിയൊരു മൽപ്പിടുത്തവും കൊലപാതകവും നടന്നിട്ടും ആരും ഒന്നും അറിഞ്ഞില്ല എന്നത് വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ ഭയം കൊണ്ടാണോ പ്രതികരിക്കാതിരുന്നതെന്നും അതോ ഇനി ലഹരി മാഫിയയുടെ ഭീഷണി ആ പ്രദേശത്ത് അത്രത്തോളം രൂക്ഷമാണോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം ബിജുവിൻ്റെ മൊബൈൽ ഫോൺ രേഖകളും പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യുന്നുണ്ട്. മരണത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ ബിജുവിനെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നോ അല്ലെങ്കിൽ സംഭവ സ്ഥലത്തേക്ക് തന്ത്രപരമായി ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ എന്ന കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. കൊലപാതകം സംബന്ധിച്ച് പോലീസിന് ചില നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയും അറിയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി കുടുംബം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യേക സംഘം പരിശോധിക്കുമെന്നും എന്നാൽ സമീപകാലത്ത് ബിജു പ്രത്യേക വിവരങ്ങളൊന്നും പോലീസിന് ഔദ്യോഗികമായി നൽകിയിട്ടില്ല എന്നുമാണ് കമ്മീഷണറും വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു ജീവനിത പോയിരിക്കുകയാണ്. തൂഫാന്റെ പേരിലോ അല്ലെങ്കിൽ ലഹരിയുടെ പേരിലോ ഇനി മറ്റെന്തെങ്കിലും കാരണമായിരുന്നാലും അത് ഉടൻ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ബിജു എന്ന ആ യുവാവ് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അതിന് കാരണക്കാരാരായിരുന്നാലും അവർ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ആ കുടുംബത്തിൻ്റെ കണ്ണുനീർ കാണുന്ന ഏതൊരാൾക്കും ഇനിയൊരു കുടുംബത്തിനും ഇത്തരത്തിലുള്ള സാഹചര്യമോ അവസ്ഥയോ ഉണ്ടാകരുതെന്ന് മാത്രമേ പറയാനുമുള്ളൂ.